പാലക്കാട് വീണ്ടും കുടിവെള്ളത്തിനായി ഉപരോധം. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. നിങ്ങളുടെ സർക്കാർ ഓഫീസൊക്കെ അവധിയായിരിക്കാം. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ വീഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ദേശീയപാത ഈ നേരെ മുന്നിലുള്ള ദേശീയപാത ഞങ്ങൾ ഉപരോധിക്കും. ഈ കൊടവും കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളിവിടെ ഉപരോധിക്കും. ഇനിയിപ്പോൾ ഈ പ്രതിഷേധം ഞങ്ങളുടെ ഈ ഉപരോധം അത് ശക്തമായി തീരുന്നുള്ളത് യാതൊരു സംശയമില്ല. നാളെ ഞങ്ങൾ ഈ ഷർട്ട് അയച്ചു വയ്ക്കുന്നതല്ല. ഇന്ന് രാവിലെ പാലക്കാട് തിരുനെല്ലായിയിൽ കുടിവെള്ളത്തിനായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഒരാഴ്ചയോളമൊക്കെ കുടിവെള്ളമില്ലാതെ എങ്ങനെ ജനങ്ങൾ കഴിയും? എല്ലാ ഭാഗത്തും പ്രതിസന്ധിയാണ്. എന്താണ് വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ പറയുന്നത്? രാവിലെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഇത്തരത്തിൽ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലത്തെ സമരം അവസാനിച്ചത്. പക്ഷേ വിവിധ പ്രദേശങ്ങളിൽ, മറ്റു ചില പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധി രൂക്ഷമാണെന്ന് ഇതോടുകൂടി വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധത്തിൽ ഈ പാലക്കാട് നഗരത്തിലെ വ്യാപകമായിട്ടുള്ള കുടിവെള്ള ക്ഷാമവും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്നുൾപ്പെടെയുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നത്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ടുള്ള ഈ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടാവുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളം വളരെ കുറച്ച് മാത്രം കിട്ടുന്ന രീതിയിലും ചിലയിടത്ത് വെള്ളം കിട്ടാത്ത സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കാനുള്ള എന്ത് സമീപനമാണ് ഉണ്ടാകുന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്.